സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് സാധ്യതകൾ തരുന്നുണ്ട്. പഴയ കാലത്ത് ഇന്നലെ പ്രകാശനം നടത്തിയ രേണുകുമാർ സാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, പണ്ട് ഇതുപോലെ ഒരു ലിറ്റിൽ മാഗസീനുകളിലൊക്കെ മാഗസീനുകൾക്ക് പോലും അയച്ചു കഴിഞ്ഞാൽ വരണമെന്നില്ല. പ്രശസ്തരായവരല്ലെങ്കിൽ അതിനുവേണ്ടി ആഴ്ചകൾ കാത്തിരിക്കണം, മടക്കത്തപാൽ വരുന്ന കാത്തിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സാധ്യതകൾ, ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മളിപ്പോൾ ഒരു കവിത എഴുതിയാൽ നമ്മളുടെ സുഹൃത്തുക്കളിലേക്കും 3000 പേരിലേക്കോ 5000 പേരിലേക്കോ അതിനെ ഒരു മിനിറ്റ് കൊണ്ടല്ല, ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ എത്തിക്കാനുള്ളൊരു മാധ്യമം നമ്മുടെ മുമ്പിൽ ഉണ്ട്. പക്ഷേ ഇത് അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിനെ പരമാവധി ഉപയോഗിക്കുന്ന ആളുകളും ധാരാളമുണ്ട്. ധാരാളം പേർ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇപ്പോൾ കവിത എന്നുള്ള രീതിയിൽ ഞാൻ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടൊരു വലിയ പ്രശ്നം പ്രസാധനത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ പല മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾ പോലും കവിത പ്രസിദ്ധീകരിച്ചാൽ വില കൊടുത്ത് വാങ്ങാൻ ആളില്ല, നമ്മളുടെ സ്റ്റോക്ക് അതുപോലെ തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. കവിത പ്രസിദ്ധീകരിച്ചാൽ വായിക്കാൻ ആളില്ല. അത് ഈ കവിതകളുടെ ഒരു ധാരാളിത്തം എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ധാരാളം കവിതകൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴും പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ വളരെ സജീവമായിട്ട് കവിതയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് വാരികകൾ, നമ്മുടെ വാരികകളിൽ നമ്മളിപ്പോൾ എത്ര സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ, പുസ്തകം എന്ന് പറയുന്ന സംഗതി, പുസ്തകം വായന മരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പുസ്തകോത്സവങ്ങളുടെ ഒരു വലിയൊരു ഇത് വരുന്നുണ്ട്. അവിടെയൊക്കെ ധാരാളം ആളുകൾ പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട്. പുസ്തകങ്ങൾ എത്ര പേര് വായിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ധാരാളം പേര് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. പുസ്തകം എന്നുള്ള, അച്ചടിച്ച പുസ്തകം എന്നുള്ള രീതിയിൽ അതൊരു വലിയൊരു സ്വീകാര്യത ഈ കാലത്തും ഉണ്ട്. പുസ്തകം എത്ര ആയിട്ടും നിൽക്കുന്നുണ്ട്. കുറേ അതിൽ നമ്മുടെ ലെഫ്റ്റ് വേർഡ് ബുക്സിൻ്റെ എഡിറ്ററായിട്ടുള്ള സുധാൻവ ദേശ്പാണ്ഡെ ഒരു പുള്ളിയുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അതിനകത്ത് പറയുന്നൊരു കാര്യം, മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികം മാറ്റങ്ങളൊന്നും ഇല്ലാതെ നിലനിന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു പുസ്തകമാണെന്നാണ് പറഞ്ഞത്. ഇത്ര കാലമായിട്ട് അധികം മാറ്റമില്ലാതെ നിൽക്കുന്ന സംഗതി പുസ്തകമാണ്. പക്ഷേ ഈ കവിതകളുടെ പ്രശ്നത്തിൽ ഇതാണ്, കവിതകൾ വായിക്കാൻ ആളുണ്ട് പക്ഷെ വാങ്ങാൻ ആളില്ല എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. അതുപോലെ ഈ മുഖ്യധാര വാരികകളിൽ അവർ പഴയ തല എടുപ്പുള്ള ആളുകളെ തന്നെ ഇപ്പോഴും കൂടുതലായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ഒരു പരിഭവം എന്നുള്ള രീതിയിൽ തന്നെ എനിക്കും പറയാനുണ്ട്. അപ്പോൾ അവരുടെ കവിതകൾ അവരുടെ എന്താണ്, ഏറ്റവും മികച്ച കവികൾ തന്നെയാണ് അവർ. ഇപ്പോഴും അവർ നല്ല കവികളാണ്. പക്ഷേ അവരുടെ ആ ഒരു അന്നത്തെ കവിത ഇപ്പോഴത്തെ കവിതയും തമ്മിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഈ കാലത്തിനനുസരിച്ച് അവർക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ, അവരുടെ പേരുകൾ മാത്രം നോക്കി കവിതയിലേക്ക് പ്രസിദ്ധീകരണത്തിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പുതിയൊരു എഴുത്തുകാരനാണെങ്കിൽ പേര് മാത്രം നോക്കി ഒഴിവാക്കുന്നു എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു കവിത, ഒരാൾ വരുന്നു, അയാളൊരു ബെസ്റ്റ് സെല്ലർ ഒരു എഴുത്തിലേക്ക് വരുന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ എല്ലാം ആ ഒരു കെയർ ഓഫിൽ തന്നെ പിന്നെ ബാക്കിയെല്ലാം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അവരുടെ പുറകെ പോകുന്ന ഒരു പ്രസാധനം എന്ന് പറയുന്നത്, ഞാൻ ഈ കവിത പ്രസിദ്ധീകരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രസാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. പ്രസാധനം എന്ന് പറഞ്ഞിട്ടൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്.